നമസ്കാരം. ഇന്ന് നമുക്ക് കുതിരകളെ പറ്റി രസകരമായ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ജസ്റ്റ് തിങ്ക് അബൌട്ട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കറിയുമോ, പല മൃഗങ്ങൾക്കും ജനിച്ച ഉടനെ നടക്കാൻ സാധിക്കും. അതുപോലെയുള്ള ഒരു മൃഗമാണ് കുതിര. ജനിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാനും ഒരു ദിവസത്തിനുള്ളിൽ ഓടാനും കഴിയും. കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ വളരാനും ജീവിതത്തിന്റെ ആദ്യത്തെ വർഷത്തിനുള്ളിൽ തന്നെ അവയുടെ മുതിർന്ന ഒരു കുതിരയുടെ ഉയരത്തിന്റെ 90% വരെ എത്താൻ കഴിയും. കുതിരകൾക്ക് ഒരു പ്രത്യേക ദഹന വ്യവസ്ഥയുണ്ട്. അവയുടെ ആമാശയം അവയുടെ വലിപ്പത്തിന്റെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ചെറുതാണ്. അതിനാൽ അവയ്ക്ക് ആവശ്യമായ പോഷകാഹാരം ലഭിക്കാൻ കുതിരകൾ ദിവസം മുഴുവൻ മേയുന്നു. ഭക്ഷണക്രമം ശരിയായി സന്തുലിതമാക്കിയിട്ടില്ലെങ്കിലോ ദീർഘനേരം മേയാൻ അനുവദിച്ചിട്ടില്ലെങ്കിലോ കുതിരകൾക്ക് കോളിക് അല്ലെങ്കിൽ വയറിളക്കം തുടങ്ങിയ ദഹന സംബന്ധമായ തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് തിങ്ക് അബൌട്ട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നേ. കുതിരകൾ ഒരു സാമൂഹിക ജീവികളാണ്. അവ പലപ്പോഴും മറ്റ് കുതിരകളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ ഉത്കണ്ഠയോ വിഷാദമോ ഉണ്ടാവുകയോ ചെയ്യും. കൂട്ടത്തിനുള്ളിൽ കുതിരകൾ പരസ്പരം അടുക്കുകയും കളിക്കുകയും ഉറങ്ങാൻ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. ആദ്യമേ പറഞ്ഞതുപോലെ കുതിരകൾ നിന്നാണ് ഉറങ്ങാറ്. കുതിരകൾക്ക് ഭക്ഷണം തേടി ഒരു ദിവസം 50 മൈൽ വരെ സഞ്ചരിക്കാൻ കഴിയും. മിക്ക കുതിരകളും മികച്ച നീന്തൽക്കാരാണ്. പല കാട്ടുകുതിരകൾക്കും ഭക്ഷണവും വിഭവങ്ങളും ലഭിക്കാൻ നദികളും മറ്റ് ജലാശയങ്ങളും അവർ മറികടന്നു പോകാറുണ്ട്. കുതിരകൾക്ക് മികച്ച കേൾവി ശക്തിയുണ്ട്. കുതിരകൾക്ക് വ്യത്യസ്ത ദിശകളിലുള്ള ശബ്ദങ്ങൾ കണ്ടെത്തുന്നതിന് അവയുടെ ചെവികൾ 180 ഡിഗ്രി വരെ തിരിക്കാൻ കഴിവുണ്ട്. മനുഷ്യനേക്കാൾ വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ അവയ്ക്ക് കഴിയും. ഇത് വേട്ടക്കാരെയോ മറ്റ് അപകട സാധ്യതകളെയോ കണ്ടെത്താൻ അവയെ സഹായിക്കുന്നു. ജസ്റ്റ് തിങ്ക് അബൌട്ട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമുക്ക് കുതിരകളെ പറ്റിയുള്ള മൂന്നാമത്തെ ഭാഗം കേൾക്കാം. കുതിരകൾക്ക് ശരീരഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ കഴിയും. അവരുടെ വികാരങ്ങളും ഉദ്ദേശ്യങ്ങളും പ്രകടിപ്പിക്കാൻ അവ ചെവികൾ, വാൽഭാഗം എന്നിവ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, മുന്നോട്ട് ചൂണ്ടിയിരിക്കുന്ന ചെവികൾ സാധാരണയായി ശ്രദ്ധയോ ജിജ്ഞാസയോ സൂചിപ്പിക്കുന്നു. അതേസമയം പിന്നിലേക്ക് ചൂണ്ടിയിരിക്കുന്ന ചെവികൾ കോപത്തെയോ ഭയത്തെയോ ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുതിരകൾക്ക് നിന്നുകൊണ്ട് ഉറങ്ങാൻ കഴിയും. ഉറങ്ങുമ്പോൾ നിൽക്കാൻ കാലുകൾ ലോക്ക് ചെയ്തു വയ്ക്കാനും കഴിയും. കൂടാതെ ദിവസവും കുറച്ചു മണിക്കൂർ ഉറക്കം മാത്രമേ അവയ്ക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കുതിരകൾ ഒരു സാമൂഹിക ജീവിയാണ്. നമസ്കാരം. ജസ്റ്റ് തിങ്ക് അബൌട്ട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമുക്ക് കുതിരകളെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം. നിങ്ങൾക്കറിയുമോ, കുതിരകൾക്ക് മികച്ച ഓർമ്മയുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവർ കണ്ടുമുട്ടിയ ആളുകളെയും സ്ഥലങ്ങളെയും മറ്റ് കുതിരകളെയും അവയ്ക്ക് ഓർമ്മിക്കാൻ കഴിയും. അതുപോലെ തന്നെ കുതിരകൾക്ക് ഏകദേശം 360 ഡിഗ്രി കാഴ്ചാമണ്ഡലമുണ്ട്. കുതിരകളുടെ ശരാശരി കണ്ണിൻ്റെ വ്യാസം ഏകദേശം 2 ഇഞ്ച് 5 സെൻറ്റിമീറ്റർ ആണ്. ഈ വലിയ വലിപ്പം അവയെ കുറഞ്ഞ വെളിച്ചത്തിൽ നന്നായി കാണുവാനും ദൂരെ നിന്ന് വേട്ടക്കാരെ കണ്ടെത്താനും സഹായിക്കുന്നു. അവയുടെ വലിപ്പവും കണ്ണുകളുടെ സ്ഥാനവും കാരണം കുതിരകൾക്ക് ഏകദേശം 360 ഡിഗ്രി വ്യൂ ഫീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ കുതിരകൾക്ക് ശരീരഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ കഴിയും.